BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. മനാമ സെൻട്രൽ മാർക്കറ്റ് പുതിയ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കും. നിലവിലെ മാർക്കറ്റ് നേരിടുന്ന സ്ഥലപരിമിതിയും അതുമൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കും പ്രയാസങ്ങളും വിലയിരുത്തിയാണ് മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനം. മികച്ച ആധുനിക സംവിധാനങ്ങൾ അടങ്ങിയ മാർക്കറ്റ് വിശാലമായ സൗകര്യത്തിൽ കിങ് ഫഹദ് കോസ്വേക്ക് സമീപം ഹമലയിലെ ഭൂരിയിലെ ഒഴിഞ്ഞ പ്രദേശത്തേക്ക് മാറ്റി സ്ഥാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാർക്കറ്റ് ഭൂരിയിലേക്ക് മാറ്റുന്നതോടെ മനാമ സെൻട്രൽ മാർക്കറ്റ് എന്ന പേര് ബഹ്റൈൻ സെൻട്രൽ മാർക്കറ്റ് എന്നാവുമെന്നും ക്യാപിറ്റൽ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ സാലിഹ് തറാദ പറഞ്ഞു. കൂടുതൽ സൗകര്യമുള്ള പാർക്കിംഗ് സ്ഥലങ്ങൾ, കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങൾ, നിയുക്ത മൊത്ത ചില്ലറ വ്യാപാര മേഖലകൾ എന്നിവ പുതിയ മാർക്കറ്റിന്റെ പ്രധാന സവിശേഷതകളായിരിക്കും. ബഹ്റൈൻ OICCയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ രീതിയിൽ ഇഫ്താർ വിരുന്ന് മാർച്ച് 7 ബഹ്റൈൻ കേരളീയ സമാജത്തിൽ സംഘടിപ്പിക്കാൻ OICC ദേശീയ കമ്മിറ്റി തീരുമാനിച്ചു. ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ OICC ദേശീയ ജനറൽ സെക്രട്ടറി സയ്യിദ് MS ജനറൽ കൺവീനറായി 101 അംഗ കോർഡിനേഷൻ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. OICC നേതാക്കളായ രാജു കല്ലമ്പുറം, ബിനു കുന്നന്താനം എന്നിവർ രക്ഷാധികാരികളായും കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. SNCS കുമാരൻ ആശാൻ ONV കുറുപ്പ് സ്മൃതി ഒരു വട്ടം കൂടി എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ചു. ഫെബ്രുവരി 14 വെള്ളിയാഴ്ച വൈകിട്ട് 8 മണിക്ക് SNCS സിൽവർ ജൂബിലി ഹാളിൽ ചേർന്ന യോഗത്തിൽ ബഹ്റൈനിലെ പ്രമുഖ സാഹിത്യ കലാകാരനും മലയാളം മിഷൻ ബഹ്റൈൻ ചാപ്റ്റർ സെക്രട്ടറിയുമായ ബിജു M സതീഷ് വിശിഷ്ട അതിഥിയായിരുന്നു. ജനഹൃദയങ്ങളിലേക്ക് സ്നേഹത്തിന്റെയും വിപ്ലവത്തിന്റെയും ആശയങ്ങളെ ഹൃദ്യമായ രീതിയിൽ എത്തിക്കാൻ ആശാന്റെയും ONVയുടെയും കവിതകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യവേദി അംഗം രാജേഷ് N സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ വിഭാഗം സെക്രട്ടറി ബിജു ചന്ദ്രൻ അധ്യക്ഷ പ്രസംഗവും SNCS വൈസ് ചെയർമാൻ പ്രകാശ് KP, ട്രഷറർ കൃഷ്ണകുമാർ VK എന്നിവർ ആശംസാ പ്രസംഗങ്ങളും നടത്തി. ചടങ്ങിൽ സുരേഷ് PP, രാജി രാജേഷ്, സജിത്ത് വെള്ളിക്കുളങ്ങര എന്നിവർ കുമാരനാശാന്റെയും ONV കുറിപ്പിന്റെയും അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. N ശിവരാജൻ, സന്ധ്യ ബിലോജ്, ജ്വാല ജയൻ, അക്ഷര രാജേഷ് എന്നിവർ ആശാന്റെയും ONVയുടെയും കവിതകൾ ആലപിച്ചു. അഞ്ജന രാജേഷ് അവതാരകയായ ചടങ്ങിന് സാഹിത്യ വിഭാഗം കൺവീനർ ജയചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി. IYCC ബഹ്റൈൻ മനാമ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധീരരക്തസാക്ഷി ഷുഹൈബ് എടയന്നൂർ അനുസ്മരണ സംഗമം മനാമ MCMA ഹാളിൽ സംഘടിപ്പിച്ചു. IYCC ബഹ്റൈൻ മനാമ ഏരിയ പ്രസിഡന്റ് റാസിബ് വേളദിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. മുൻ ദേശീയ പ്രസിഡന്റ് ജിതിൻ പരിയാരം ഷുഹൈബിനെ അനുസ്മരിച്ച് മുഖ്യ പ്രഭാഷണം നടത്തി. IYCC ബഹ്റൈൻ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ, ജോയിന്റ് സെക്രട്ടറി രാജേഷ് പന്മന, IT മീഡിയ കൺവീനർ ജമീൽ കണ്ണൂർ, മുൻ ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി, മുഹറക് ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്ത്, ഹമദ് ടൗൺ ഏരിയ പ്രസിഡന്റ് വിജയൻ TP തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി. ഏരിയ സെക്രട്ടറി ഷിജിൽ പെരുമച്ചേരി സ്വാഗതവും ഏരിയ ട്രഷറർ ഹാരിസ് മാവൂർ നന്ദിയും പറഞ്ഞു. തല ഉയർത്തി നിൽക്കാം എന്ന ശീർഷകത്തിൽ നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിന് ശേഷം നടന്ന വാർഷിക കൗൺസിൽ അബ്ദുറഹീം സഖാഫിയുടെ അധ്യക്ഷതയിൽ ICF നാഷണൽ സംഘടനാ കാര്യ സെക്രട്ടറി ഷംസു പൂക്കേൽ ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹീം സഖാഫി അത്തിപ്പറ്റ, ഷംസുദ്ദീൻ മാമ്പ, അബ്ദുറഹ്മാൻ കരുനാഗപ്പള്ളി എന്നിവരാണ് മനാമ റീജിയൻ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ. മനാമ സുന്നി സെന്ററിൽ നടന്ന വാർഷിക കൗൺസിൽ അതാത് സമിതി സെക്രട്ടറിമാർ വാർഷിക പ്രവർത്തന റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ICF നാഷണൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം പുനഃസംഘടനാ നടപടികൾക്ക് നേതൃത്വം നൽകി. സയ്യിദ് ബാഫഖീർ തങ്ങൾ, അബ്ദുറഹ്മാൻ ഹാജി കാഞ്ഞങ്ങാട്, നാഷണൽ നേതാക്കളായ ഷാനവാസ് മദനി, ഷമീർ പന്നൂർ എന്നിവർ വേദിയിൽ സന്നിഹിതരായി. അസീസ് പെരുമ്പ സ്വാഗതവും ഷംസുദ്ദീൻ മാമ്പ നന്ദിയും പറഞ്ഞു. മുഹറക് മലയാളി സമാജം ഈ വർഷത്തെ ആദ്യ മെമ്പേഴ്സ് നൈറ്റ് നക്ഷത്ര രാവ് സംഘടിപ്പിച്ചു. കിംസ് മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ മനാമ ഹാപ്പി ഗാർഡനിലാണ് പരിപാടി നടന്നത്. നിരവധി MMS കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. MMS സർഗവേദി, മഞ്ചാടി ബാലവേദി, വനിതാവേദി തുടങ്ങിയ വിഭാഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം ചെയ്തു. ഉപദേശക സമിതി ചെയർമാൻ ലത്തീഫ് K, മുൻ പ്രസിഡന്റ് അൻവർ നിലമ്പൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് അബ്ദുൽ മൻഷീർ, ചാരിറ്റി കൺവീനർ പ്രമോദ് വടകര, ആക്ടിംഗ് സെക്രട്ടറി സുനിൽ കുമാർ, ട്രഷറർ ശിവശങ്കർ, എന്റർടൈൻമെന്റ് വിംഗ് സെക്രട്ടറി ഫിറോസ് വെളിയങ്കോട്, അസിസ്റ്റന്റ് ട്രഷറർ തങ്കച്ചൻ ചാക്കോ, വനിതാവേദി ആക്ടിംഗ് കോർഡിനേറ്റർ ഷീന നൌസർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മെമ്പേഴ്സ് നൈറ്റ് സംഘടിപ്പിച്ചത്. ആക്ടിംഗ് സെക്രട്ടറി സുനിൽ കുമാർ സ്വാഗതവും ട്രഷറർ ശിവശങ്കർ നന്ദിയും പറഞ്ഞു.
വോയിസ് ഓഫ് ട്രിവാൻഡ്രം ഇഫ്താർ സ്വാഗത സംഘം രൂപീകരിച്ചു. ഈ വർഷത്തെ വോയിസ് ഓഫ് ട്രിവാൻഡ്രത്തിന്റെ ഇഫ്താർ വിരുന്ന് മാർച്ച് 21 തുബ്ലിയിലുള്ള ഫാത്തിമ കാനു ഹാളിൽ സംഘടിപ്പിക്കുന്നതിനായി യോഗം തീരുമാനിച്ചു. ഇഫ്താർ മജ്ലിസ് 2025 സ്വാഗത സംഘം വൈസ് പ്രസിഡന്റ് മനോജ് വർക്കലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി അരവിന്ദ് സ്വാഗതം ആശംസിച്ചു. ഷാജി മുതല, വനിതാ വിഭാഗം സെക്രട്ടറി ഐഷ സിനോജ്, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇഫ്താർ മജ്ലിസ് 2025 കൺവീനർമാരായി അൻഷാദ്, അനീഷ്, മനോജ് വർക്കല എന്നിവരെ തിരഞ്ഞെടുത്തു. ബഹ്റൈൻ തിരുഹൃദയ ദേവാലയത്തിലെ സഹവികാരി ഫാദർ ജോൺ ബ്രിട്ടോയുടെ പിതാവ് വി പീറ്ററിന്റെ നിര്യാണത്തിൽ കേരള കാത്തലിക് അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി. കേരള കാത്തലിക് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ജെയിംസ് ജോൺ ബ്രിട്ടോ അച്ഛനെ നേരിട്ട് സന്ദർശിച്ചു അനുശോചനം അറിയിച്ചു. ജോൺ ബ്രിട്ടോ അച്ഛന്റെ പിതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ കേരള കാത്തലിക് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ജോസഫ് ജോർജ് റെയ്ത്ത് സമർപ്പിച്ചു. തിക്കും തിരക്കും മൂലം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് റെയിൽവേ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും നിസാര പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായമായി നൽകും. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് രാജ്യതലസ്ഥാനത്ത് ഞെട്ടിച്ച അപകടമുണ്ടായത്. 18 പേർ മരിച്ചു. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് പോകാൻ ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് അപകടത്തിന് കാരണം. പ്ലാറ്റ്ഫോം നമ്പർ 14 പ്രയാഗ്രാജ് എക്സ്പ്രസ് ട്രെയിൻ നിർത്തിയിട്ടിരുന്നു. ഇതിൽ കയറാൻ ആളുകൾ കൂട്ടത്തോടെ എത്തിയതോടെയാണ് തിരക്കുണ്ടായത്. സ്വതന്ത്രസേനാനി എക്സ്പ്രസ്, ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ വൈകിയെത്തിയതും സ്റ്റേഷനിലെ തിരക്കിന് കാരണമായി. ഇതോടെ 12, 13, 14 പ്ലാറ്റ്ഫോമുകളിൽ നിയന്ത്രണാതീതമായി തിരക്ക് വർദ്ധിക്കുകയായിരുന്നു. വിദ്യാലയങ്ങളിലെ റാഗിംഗ് തടയാൻ സർക്കാർ ഇടപെടുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളുകളിൽ അച്ചടക്ക സമിതി കാര്യക്ഷമമാക്കുന്നതിനായി പഠനം നടത്തുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. റാഗിംഗ് വിരുദ്ധ സമിതി കൊണ്ടുവരുമെന്നും ഇതിന് ഉന്നത പഠനം നടത്താൻ ആലോചിക്കുന്നതായി മന്ത്രി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്തെ സമഗ്ര ശിക്ഷാ അഭിയാൻ വഴിയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ പ്രതിസന്ധിയിലായതിനാൽ കേന്ദ്രത്തെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഒപ്പുവെക്കാത്തതാണ് പണം നൽകാത്തതിന് കാരണം. പ്രശ്നപരിഹാരത്തിനായി ചർച്ചകൾ നടക്കുകയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.